സോഷ്യൽ മീഡിയകളിൽ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന കാലമല്ലേ? നൂറുസാദാത്ത് ബായാർത്ഥങ്ങൾ ആരാണെന്നറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്. ഒട്ടനവധി ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന മഹാനരാണ്. അവിടുത്തെ 10,000 സംബന്ധിക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ് കൊണ്ട് എത്ര ആയിരങ്ങൾക്കാണ് ക്യാൻസർ രോഗം മാറിപ്പോയത്? എത്ര ആളുകൾക്കാണ് അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം ലഭിച്ചു പോയത്? വിനീതനായ എന്റെ അനുഭവത്തിൽ തന്നെ ബായാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഒരുപാട് നിഅമത്തുകൾ ഉണ്ടായ പലരുടെയും അനുഭവങ്ങൾ പറയാനുണ്ട്. രോഗം സുഖപ്പെട്ടവര്, വിവാഹം നടന്നവര്, മക്കളെ ലഭിച്ചവര്, എല്ലാ പ്രതിസന്ധിയിൽ നിന്നും കരകയറിയവര് ഒരു വേള നൂറുസാദാത്ത് ബായാർത്ഥങ്ങളുടെ സമീപത്ത് ഒരു രാത്രിയിൽ ഒരുമിച്ചുകൂടാൻ അവസരം ലഭിച്ചു. തങ്ങളോട് ഒരു മുഹിബ് സങ്കടം പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ആ സങ്കടം നൂറുസാദാത്ത് ബായാർത്ഥങ്ങളങ്ങ് കേട്ടപ്പോ ഖൽബ് വേദനിച്ചുപോയി. പെട്ടെന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് ഖിബില കൊള്ളങ്ങ് തിരിഞ്ഞു നിന്ന് മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി അങ്ങ് വിളിക്കുകയാണ്. അവിടുത്തെ ഉപ്പാപ്പയെ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മുത്തു റസൂലുള്ളാഹിനെ ഉറക്കെ അങ്ങ് വിളിച്ചപ്പോൾ ആ റൂമിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് അങ്ങ് ഓഫാവുന്നു. ആ ഇരുട്ടുള്ള റൂമിൽ നിന്ന് മുത്തു റസൂലുള്ളാഹിനോട് പറയുന്നു, ഞങ്ങളെ ഈ സ്നേഹിയുടെ സങ്കടത്തിന് പരിഹാരം കൊടുക്കണേ നബിയേ. തങ്ങളതാ മുത്തു റസൂലുള്ളാഹിനോട് ശിക്കായത്ത് പറഞ്ഞങ്ങിയിരുന്നപ്പോ ഓഫായ ലൈറ്റ് അങ്ങ് ഓണാവുന്നു. പെട്ടെന്ന് കരന്റ് വരുന്നു. വീണ്ടും ആ ശൂർത്തത ആ സങ്കടം പറഞ്ഞങ്ങ് കരഞ്ഞു. തങ്ങളുപ്പാപ്പ വീണ്ടും ഒരൊറ്റ നൃത്തമാണ്. മദീനയിൽ കിടക്കുന്ന മുത്തു റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. ഈ സ്നേഹിയുടെ സങ്കടമങ്ങ് പറഞ്ഞങ്ങ് കേൾപ്പിച്ചു. ആദ്യം തവണ പോയതുപോലെ കരഞ്ഞങ്ങ് പോവുന്നു. ഇരുളുള്ള റൂമിൽ നിന്ന് ഹബീബായ തങ്ങളോട് നേരിട്ടങ്ങ് സങ്കടം പറഞ്ഞു. തങ്ങളവിടെ ആ കസേരയിൽ അങ്ങിരുന്നു. സുഹൃത്തുക്കളെ, നഷ്ടപ്പെട്ട പെട്ടെന്ന് ഓഫായ കരന്റ് വരുന്നു. ആ റൂം പ്രകാശിക്കുന്നു. ഈ മുഹിബങ്ങ് സങ്കടപ്പെട്ടങ്ങ് കരഞ്ഞു. തങ്ങള് പറഞ്ഞു, ഹബീബായ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങളെ പ്രശ്നത്തിന് അടുത്തു തന്നെ പരിഹാരമുണ്ടാവുന്നതാണ്. ആ മുഹിബ് നൂറുസാദാത്ത് തങ്ങളുടെ ഹളറത്തിൽ നിന്ന് തങ്ങളെ മുമ്പിൽ നിന്ന് നല്ല സമാധാനത്തോടെ തിരിച്ചുപോയി. മാഷാ അല്ലാഹ്. ഒരു മാസങ്ങളോളം ദിവസങ്ങൾ ആവുമ്പോ ആ സ്നേഹിയുടെ സങ്കടത്തിന് പരിഹാരം ലഭിച്ചുപോയി. അസറുള്ള നാവുള്ള ഹബീബായ തങ്ങളുമായി ആത്മബന്ധം പുലർത്തിയ, അല്ലാഹുവിലേക്ക് കരങ്ങൾ മലർത്തിയാൽ റബ്ബ് ഇജാബത്ത് നൽകുന്ന, മുത്തു റസൂലുള്ളാഹിന്റെ പേര് ധാരാളം ഉരുവിടുന്ന, ഹബീബായ തങ്ങളുടെ പേരിൽ മുഅ്മിനീങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്ന മുഹിബ്ബീങ്ങളുടെ ഖൽബകങ്ങളിലേക്ക് മദീനയുമായിട്ടുള്ള ബന്ധവും സ്നേഹവും
സ്നേഹവും നേടിക്കൊടുക്കുന്ന ഒരു സയ്യിദിനെ അവഹേളിച്ചാൽ ദുനിയാവ് നഷ്ടപ്പെടുന്നതാണ്, ആഖിറവും പരാജയപ്പെടുന്നതാണ്. ഞാൻ സംസാരിക്കുന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ്, അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോടാണ്. എന്തെങ്കിലും അഹങ്കാരം നടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളും പൊക്കി കൊണ്ടുവന്നതുകൊണ്ടോ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല, ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല. തന്നെയുണ്ടെങ്കിലും അഹ്ലുബൈത്തിനെ താറടിച്ചാൽ അവസാനം മോശമാകുമെന്ന് മറന്നുപോകണ്ട. അല്ലാഹുവേ, നൂറു സദാത്ത് തങ്ങളടക്കമുള്ള ഞങ്ങളുടെ സർവ്വ സമുന്നതരായ സദാത്തുക്കള്, അഹ്ലുസുന്നയുടെ സദാത്ത് ഉലമാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്.